ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടാ. ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച DNC ചെയ്തിട്ടുണ്ടായിന്. അപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായി അതിന്റെ DNC ചെയ്യാൻ പോകുന്നതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ ഒരു സ്റ്റോറി ഇട്ടപ്പോ എല്ലാരും ചോദിച്ചു DNC ചെയ്തതാണ്. എല്ലാരും വിചാരിച്ചത് ഞാൻ പ്രഗ്നന്റ് ആയിട്ട് അബോർഷൻ ചെയ്ത് കളഞ്ഞു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഇതിനു മുമ്പ് എന്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായി ലോങ് വീഡിയോ ആയിട്ട്. എനിക്ക് പിന്നെ ഒരു ബ്ലീഡിങ്ങിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ കുറെ ഹോസ്പിറ്റലിൽ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിനി. എന്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ കുറെ ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട് ആയിട്ടും എല്ലാം ഇട്ടിട്ടുണ്ട്. DNC ചെയ്യുന്നത് അബോർഷന് വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കല്ല കേട്ടാ. പ്രഗ്നന്റ് ആയിട്ട് മാത്രമല്ല DNC ചെയ്യല്. എനിക്ക് പെപ്പേനെ പ്രസവിച്ച ശേഷം ഇങ്ങനെ ഒരു ബ്ലീഡിങ്ങിന്റെ പ്രശ്നമുണ്ട്. പിന്നെ അത് കാരണം ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അടി പോകാൻ പറ്റില്ല, എനിക്ക് മര്യാദക്ക് ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എനക്കിനെ കൊണ്ട്. അപ്പം പേട് വെക്കാണ്ട് എനിക്ക് അടി പോവാൻ ഭയങ്കര പേടിയാണ്. അവിടെ പോയിട്ട് എനിക്ക് ബ്ലീഡിങ് വരുമോ, ഒരു അമ്പലത്തിൽ കയറാനൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളോട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായി. ഞാൻ കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചു, എല്ലാ ടെസ്റ്റുകളും എല്ലാ സ്കാനിങ്ങും എല്ലാം ചെയ്തു. പക്ഷെ ഇതിനൊരു ഉത്തരം കിട്ടിയിട്ടാട്ടോ. എല്ലായിടത്തും പോകുമ്പോൾ നോർമലാണ്, ടെസ്റ്റുകളിൽ നോർമലാണ്, സ്കാനിങ്ങിൽ നോർമലാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ബ്ലീഡിങ് മാത്രം നിൽക്കുന്നില്ല. ലാസ്റ്റ് കുറെ കാണിച്ച് ലാസ്റ്റ് ഒരു 3 ഡോക്ടറെല്ലാം കാണിച്ചു. 3 ഡോക്ടേഴ്സും പറഞ്ഞത് ഗുളിക തരും, നല്ല ഡോസിൽ ഗുളിക തന്നിട്ട് പറയും ഇതിലും ശരിയായില്ലെങ്കിൽ എന്തായാലും ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ ലാസ്റ്റ് ഗതി കെട്ടിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാനൊരു വ്യാഴാഴ്ചയിലാകുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞൊക്കെ നാളെ ക്ലീൻ ചെയ്യാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ PPHന്റെ ഒരു ടാബ്ലറ്റ് തന്നിട്ട് നാളെ രാവിലെ 7 മണിയാകുമ്പോൾ കഴിക്കണം, ഒരു 11 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ ഞാൻ രാവിലെ എണീച്ചു, പിറ്റേ ദിവസം രാവിലെ എണീച്ചു, 7 മണിക്ക് കറക്റ്റ് എണീച്ച് ടാബ്ലറ്റ് വെറും വയറ്റിൽ തന്നെ ടാബ്ലറ്റ് കഴിച്ചു. 8 മണിവരെ മാത്രമേ ഫുഡ് കഴിച്ചുള്ളൂ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ 8 മണിവരെ ഫുഡ് കഴിച്ചു. അതിന് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. പിന്നെ ആ ടാബ്ലറ്റ് കഴിച്ചോടെ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിന് കേട്ടോ. വയറുവേദന ഉണ്ടെങ്കിൽ പിന്നെ ബ്ലീഡിങ്ങും ഉണ്ടായിന്. ആ ഗുളിക കഴിച്ച ശേഷം എനിക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ അപ്പോട്ടം വന്നിട്ട് ഞാനും അപ്പോണും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. പെപ്പനെ കൂട്ടിയിട്ടുണ്ടായിട്ടാ. പെപ്പനെ അമ്മയുടെ അടുത്താക്കി. പിന്നെ ഞാൻ അപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ഡോക്ടറെ കാണിച്ച ഡോക്ടർ നഴ്സിനോട് സംഭവം പറഞ്ഞു. എന്നെ വേഗം ECG എടുക്കാൻ വേണ്ടിയിട്ട് കാഷ്വാലിറ്റി കയറ്റി. അങ്ങനെ ECG എടുത്തിട്ട് നേരെ ലേബർ റൂമിലേക്ക് പോയി. എനിക്ക് ടെൻഷൻ ഉണ്ടായിന് കേട്ടോ കാര്യമായിട്ട്. പിന്നെ അനസ്തേഷ്യ ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിനി. പിന്നെ അങ്ങനെ നേരെ ലേബർ റൂമിൽ കയറിയാടും ഡ്രിപ്പ് ഇട്ടു ആദ്യം. പിന്നെ ആടുന്നവർ എന്റെ ഡ്രസ്സെല്ലാം ഉരുമാറ്റിട്ട് അവരുടേതായ ഡ്രസ്സെല്ലാം തന്നു. പിന്നെ എനിക്ക് ശരിക്കും പെപ്പേനെ ഞാൻ പ്രസവിക്കാൻ എങ്ങനെ പോയിട്ടുണ്ടായത് അതേ ഒരു ഫീൽ ഇട്ട്, ശരിക്കും അതേ ഫീൽ തന്നെ. എനിക്ക് ആ ഒരു വയറും ഇല്ല, പിന്നെ ഈ പെയിനും ഇല്ലാന്നേ ഇല്ലു, വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ട. നേരെ പോയി പിന്നെ അവര് ഡ്രിപ്പെല്ലാം ഇട്ട് കിടത്തി. കുറെ ഒരു കുപ്പി ഡ്രിപ്പ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടായി. അങ്ങനെ ഡ്രിപ്പെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം അവരെന്റെ ഓർണമെന്റ്സ് എല്ലാം ഊരി മാറ്റി. ശരിക്കും എനിക്ക് പ്രസവിക്കാൻ പോയൊരു ഫീൽ ഉണ്ടായി. എന്റെ ഓർണമെന്റ്സിൽ അവർ ഊരി മാറ്റി. പിന്നെ ലേബർ റൂമിൽ കിടത്തി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ അനസ്തേഷ്യ തരും, അനസ്തേഷ്യയുടെ ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 11:30-12 മണിയാകുമ്പോൾ ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ടായത്. കുറച്ച് കഴിയുമ്പോൾ അനസ്തേഷ്യയുടെ ഡോക്ടർ വന്നു. എന്നോട് കുറെ സംസാരിച്ചു കേട്ടോ. അപ്പൊ എന്നോട് ചോദിച്ചു സിസേറിനാണോ ഉണ്ടായത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സംസാരിച്ചതുകൊണ്ട് അനസ്തേഷ്യ എന്ന് വെച്ചാൽ ഞാൻ പ്രസവിക്കുന്ന സമയത്ത് നടുവിനാണ് ഇഞ്ചക്ഷൻ തരല്. പക്ഷെ ഇത് കൈക്ക് മറ്റേ ഇഞ്ചക്ട് ചെയ്തരലാണ് കേട്ടാ. പിന്നെ എന്നോട് പറഞ്ഞു നീ ഒന്നും അറിയില്ല മോളെ, പിന്നെ ഇപ്പം നല്ല ഉറക്കുറങ്ങും, വേദനയോ കാര്യം ഒന്നും നീ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ശരിക്കും പേടി എന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. കാരണം കുറെ സിസ്റ്റർമാരും അനസ്തേഷ്യ ഡോക്ടറും ഉണ്ടായിട്ടു. നാസർ ഡോക്ടർ എന്റെ ഗൈനക്കോളജി ഡോക്ടർ വരുന്നത്ര ഉണ്ടായത്. പിന്നെ അപ്പൊ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കുറെ നേരം നിന്ന് പിന്നെ കുറെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സൈഡിലും ബാക്കിലും എവിടെല്ലോ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ പിന്നെ എനിക്ക് വലിയൊരു കാര്യമല്ല. ആ 10 മാസം പ്രഗ്നന്റ് ആയ സമയത്ത് കുറെ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് എനിക്ക് അത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട. പിന്നെ അനസ്തേഷ്യ മെല്ലെ കയ്യിലുള്ളില് ഇഞ്ചക്ട് ചെയ്ത് തന്നു. പിന്നെ മെല്ലെ എന്റെ കണ്ണടയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവരെന്തെങ്കിലും ചോദിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഒന്നും അറിയുന്നില്ല. പിന്നെ എനിക്ക് ഉത്തരം പറയണമെന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും പറ്റുന്നില്ല, ഉത്തരം പറയാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഞാൻ കണ്ണ് തുറക്കുമ്പം ഫുള്ള് കലങ്ങിയിട്ടാ കാണുന്നത്. എനിക്ക് ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല, ലൈറ്റ് മാത്രം ട്യൂബിന്റെ ഒരു ചെറിയ കാണുന്നുണ്ട്. പിന്നെ മെല്ലെ കണ്ണ് തുറക്കുമ്പോ മറ്റേ ICUലത്തെ മറ്റേ സൗണ്ട് ഇല്ലേ, കീ സൗണ്ട് ഇല്ലേ, അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് അത്. ആ ഒരു സൗണ്ട് ഇല്ലേ മറ്റേ ഈ ICUലേക്കെല്ലാം കയറുമ്പോ ഉണ്ടാകുന്നത്, അതെനിക്ക് തീരെ ഇഷ്ടമല്ല.
പക്ഷെ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഈ സൗണ്ട് കേൾക്കും എനിക്ക് എന്തെല്ലോ ആയിട്ടുണ്ട്. ആദ്യം ഉണ്ടായ ഒരു സമാധാനം വേറെ പേഷ്യൻസ് ഒന്നും ഉണ്ടായിട്ടേട്ടാ, ഞാൻ മാത്രമേ ലേബർ റൂമിൽ ഉണ്ടായിട്ട്, അത് വലിയൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റേ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. എനിക്ക് ഇന്ന് ദേഷ്യം വരില്ല ഈ സൗണ്ട് കേൾക്കുമ്പോ. എന്നിട്ട് അപ്പൊ ഈ കൈക്ക് മറ്റേ സാധനം വെച്ചിട്ടുണ്ട്, ഡ്രിപ്പ് ഇടുന്നുണ്ട്, ഇപ്പുറത്ത് മറ്റേ BP ഇരുതുണ്ട്. അങ്ങനെ സിസ്റ്റർ എന്നോട് എനിക്ക് വീട്ടു വിലാസും മറ്റേ അഡ്രസ്സും കാര്യങ്ങളും ചോദിക്കാൻ, പക്ഷെ എനക്കൊന്നും അത്ര വ്യക്തമായിട്ട് തിരിയുന്നില്ല. ഞാൻ വല്ല കണ്ണു തുറക്കുമ്പോ റൂം മാറി, ഓപ്പറേഷൻ തിയേറ്റർ തന്നെ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട്, അതൊന്നും ഞാൻ അറിയേയില്ല. അപ്പം ഞാൻ സമയം ചോദിക്കുമ്പോക്ക് 3 സംതിങ് ആയിരുന്നു തോന്നുന്നു, 3 മണി കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ ഞാൻ പറഞ്ഞ 11:30 തന്നെ കയറ്റിയതാണ്. അപ്പൊ ഇത്രയും സമയം ഞാൻ മയക്കത്തിലാണ് ഇട്ടുണ്ടായത്. എന്നിട്ട് എനിക്കത് പിന്നെ ഞാൻ കണ്ടപ്പോ ഞാൻ ചെറിയ റൂമില് പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പറഞ്ഞായിട്ട് ബാത്റൂമിൽ പോകാനായിട്ട് വിടൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്ക് വെള്ളം എന്താ പറഞ്ഞു, കാരണം എന്റെ തൊണ്ട ഇങ്ങനെ വറ്റിയിട്ട് എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു വെള്ളം പോലും തന്നിട്ട് എനിക്കെന്താ അറിയാം. ഞാൻ പെപ്പേനെ പ്രസവിച്ചിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അമ്മ സിസ്റ്ററും കഴിഞ്ഞിട്ടാകുമ്പം ഞാൻ ഇവരോട് വെള്ളം ചോദിച്ചിട്ട് ഇവരെങ്ങനെ വെള്ളം തന്നോടല്ലോ ശരിക്കും, അനസ്തേഷ്യ കഴിഞ്ഞല്ലേ. അപ്പൊ ഇവരെങ്ങനെയൊക്കെ വെള്ളം തന്നിട്ടുണ്ട്. ലാസ്റ്റ് വെള്ളം ഞാൻ കരഞ്ഞിട്ട് അവരെന്നാ കഴിക്കിയത്, ഈ പഞ്ഞിയില്ലേ കോട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ട് 2 തുള്ളി എന്റെ വായിൽ ഇങ്ങനെ ഉറ്റിച്ചെന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയെങ്കിൽ ഇതാന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്ററും ഇല്ല തരാനേ പറ്റൂല, കുറച്ച് സമയം കൂടി അതിൻ്റെതായ സമയമുണ്ട് വെള്ളം തരാൻ പറ്റും. ഞാനിപ്പോ ചാവ് എനിക്ക് തൊണ്ട പറ്റുന്നു പറഞ്ഞു. ഏറ്റവും മോളെ തരാനായിട്ടാ, അങ്ങനത്തെ ഒരു കുഴപ്പം നിനക്ക് ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞ് സമാധാനപ്പെടുത്തി. കുറച്ച് കഴിയുമ്പോൾ എന്റെ കൈ ഇങ്ങനെ മെല്ലെ മെല്ലെ ആരോ പിടിക്കുന്നുണ്ട്. അപ്പൊ അപ്പോട്ടനുണ്ട് വന്നിട്ട് നിൽക്കുന്നത്. മറ്റേ അണപ്പണക്കനോട് ഞാൻ ഒരേ കരച്ചില്ല. ഞാൻ പറഞ്ഞ ഇവര് വെള്ളം തരുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പൊ സിസ്റ്റർ വേണ്ടിട്ട് എനിക്ക് ഓക്സിജന്റെ മാസ്ക് എല്ലാം വെച്ചായിരുന്നു കേട്ടാ. അപ്പൊ എനിക്ക് സംഭവം എനിക്ക് തൊണ്ട വച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ ഫീൽ ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ശ്വാസം കിട്ടുന്നില്ല. അപ്പോഴും ഭയങ്കര സങ്കടമായി, എനിക്കും ഭയങ്കര സങ്കടമായി. ഞാനൊരു കരച്ചിൽ അപ്പോണെ കണ്ടിട്ട്. അങ്ങനെ എന്റെ അടുത്തുണ്ടായ സിസ്റ്റർ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് വേറെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സിസ്റ്ററോട് എനിക്ക് ബാത്റൂം പോകും മുട്ടിയിട്ട് കഴിഞ്ഞില്ല, നല്ലോണം മുദ്രക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് നേരെ എന്നെ എന്റെ കൈ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടിരുത്തി. പിന്നെ അങ്ങനെ എനിക്ക് മൂത്രയിക്കാൻ മുട്ടിയിട്ട് കഴിഞ്ഞില്ല, പക്ഷെ എനിക്ക് അങ്ങനെ മൂത്രം വരുന്നില്ല. അപ്പൊ ഞാൻ ഒരു ഈശ്വരൻ എന്തെങ്കിലും ആയോ എനിക്ക് മൂത്രയിക്കാൻ കഴിയില്ലെന്നല്ല പേടിച്ചിട്ട് നിന്നു. അവസാനം എങ്ങനല്ലോ ഗതികെട്ട് ഞാൻ മൂത്രമൊഴിച്ചിട്ട് സിസ്റ്റർ വേനാട് എന്നെ കൊണ്ട് കിടത്തി. ഞാൻ പറഞ്ഞ അങ്ങനെ റൂമിൽ പോകണം, റൂമിലാക്കണം എന്ന് പറഞ്ഞു. റൂമിലാക്കാനായിട്ട് നമ്മളെ കുറച്ച് സമയം കൂടി കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞിട്ട് കുറെ വൈകിട്ടുണ്ട്. ഒരാളെന്നെ കാണാൻ വരുന്നു, പെപ്പി അമ്മയോട് വരുന്നു. അപ്പൊ എനിക്ക് പെപ്പനെ കണ്ടിട്ട് ഭയങ്കര സങ്കടമായിട്ടാ. ഞാൻ കുറെ കരഞ്ഞു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ റൂമിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്നോടാണ് നീ കണ്ണടച്ച് കിടന്നോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ണും പൂട്ടി നല്ല ഉറക്കം ഉറങ്ങിയിട്ടാ. ഉറങ്ങി എണീക്കുമ്പോ സിസ്റ്റർ എന്നോട് ചോദിച്ചു, നീക്ക് എന്നാ കുടിക്കാൻ വേണ്ടത്, ചായ ആണോ വേണ്ടത് അല്ലെങ്കിൽ ജ്യൂസ് ആണോ വേണ്ടത്? എനിക്ക് കേൾക്കേണ്ട ഒരു താമസമായിട്ടാ. എനിക്ക് ചായ എന്ന് കേൾക്കുമ്പോ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയിട്ടു. ഞാൻ അവർക്ക് ചായ വേണം, എനിക്ക് എന്തെങ്കിലും ഒരു വെള്ളം നിങ്ങൾ തരണം, എനിക്ക് ദാഹിച്ചിട്ട് കഴിഞ്ഞില്ല പറഞ്ഞു. എന്നിട്ട് സിസ്റ്റർ നേരെ അപ്പോന്റെ അടുത്ത് പോയിട്ട് ചായയും ഫുഡെല്ലാം വാങ്ങിക്കൊണ്ട് തരാൻ പറഞ്ഞു. എന്റെ അപ്പോട്ടെ ഒരു ജ്യൂസും ചായയും പിന്നെ കുറച്ച് കഴിക്കാൻ കുറച്ച് സാധനം കൊണ്ട് തന്നെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. എനിക്ക് ചായ കുടിക്കുമ്പോ നല്ലൊരു ഉന്മേഷം വന്നിട്ടുണ്ടായി. ചായ എല്ലാം കുടിച്ച് ഞാൻ എന്റെ ഡ്രസ്സെല്ലാം ഇട്ടു. പിന്നെ അപ്പൊ ഞാൻ സിസ്റ്ററോട് ഇങ്ങനെ ചോദിച്ചു, ബ്ലീഡിങ്ങിന്റെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടായിനോ, വേസ്റ്റ് ഉണ്ടായിനോ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്ററോട് ഉണ്ടായിനി, വേസ്റ്റ് എല്ലാം ഉണ്ടായിനി, ആ ഡോക്ടർ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഞാൻ മെല്ലെ റൂമിലേക്ക് പോയി. ഞാൻ ലേബർ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ തന്നെ പെപ്പിയും അപ്പോട്ടിനും അമ്മയിലും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റൂമിലെത്തിയിട്ട് എനിക്ക് ഭയങ്കര സമാധാനമായി, നല്ല ഉറക്കം ഉറങ്ങി ഞാൻ റൂമിൽ നിന്ന്. അപ്പാന്ന് ഞാൻ ഒരു സ്റ്റോറി എടുത്തിട്ടുണ്ടായത് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ എല്ലാരും വിചാരിച്ച് ഞാൻ ആ പോഷൻ ചെയ്തു. അങ്ങനെ ഉറങ്ങി എണീക്കുമ്പോണ്ട് എന്റെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഗർഭപാത്രത്തിന് അപ്പുറം ചെറിയൊരു നീരുണ്ട്, പിന്നെ കുറച്ച് ബൾക്കിയാണ് യൂട്രസ്. പിന്നെ അപ്പൊ എന്റെ ഉള്ളിലുള്ള ബ്ലഡ് ഇല്ലേ, കെട്ടിക്കിടന്നിട്ടുണ്ടായ ബ്ലഡ് ഇല്ലേ, അത് അവര് പുറത്തേക്ക് അയച്ചു ടെസ്റ്റിന്. അതിനോട് അതിന്റെ സംവിധാനമില്ല. അപ്പൊ അവര് പുറത്തേക്ക് അയച്ചു. അത് കിട്ടാൻ ഒരു 10 ദിവസത്തിന്റെ അടുത്ത് എടുക്കും. അപ്പൊ എന്നോട് പറഞ്ഞു 10 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ ഇപ്പം അനസ്തേഷ്യ ഒരു ഇതുകൊണ്ടാ നിൽക്കുന്നതിന്റെ കെട്ടിറങ്ങുമ്പം ചിലപ്പോ പെയിൻ വരും, അതില് ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് പോയി. അപ്പോഴെ ബില്ലടക്കാൻ പോയി. പിന്നെ അമ്മ ടാബ്ലറ്റ് വാങ്ങാം. അപ്പൊ എനിക്ക് ഇതിന്റെ അനസ്തേഷ്യ ഇത് കുറയുമ്പോ എനിക്ക് പെയിൻ വരാൻ തുടങ്ങി. പിന്നെ നല്ല പെയിൻ വന്നു ഉള്ളിലാക്കില്ലേ, നമ്മ പീരിയഡ്സ് ആകുമ്പോൾ ഒരു പെയിൻ ഇല്ലേ, ആ ഒരു പെയിൻ വരാൻ തുടങ്ങി, നല്ല സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പൊ ഞാനപ്പോൾ എന്നോട് അപ്പോഴൊക്കെ പെയിൻ ഉണ്ട്. അപ്പൊ ഡോക്ടർ വന്നു, എനിക്ക് ഇഞ്ചക്ഷൻ വെച്ചു. എനിക്ക് പെയിന്റെ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായി. അതാണ് നല്ല കടച്ചിലൂടായിട്ട്. അതിന്റെ വേദനക്ക് ഇപ്പൊ ഈ ഒരു സൈഡിൽ നിന്ന് മാറിയിട്ട് ആ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നല്ല വേദന അറിയുന്നുണ്ടായിട്ട്. അങ്ങനെ വേദന ഇഞ്ചക്ഷൻ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോക്ക് വേദന കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടാബ്ലറ്റ് വന്നു, പിന്നെ ഒരു ടോണിക്കെല്ലാം നിന്നിട്ടുണ്ടായിരുന്നു. 10 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞു, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയാട് നമ്മളെ ജമിനി ചേച്ചിനോട് ചോദിച്ചു,
പിന്നെ എനിക്ക് ഈ ബൾക്കി യൂട്രസിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ അങ്ങനെ യൂട്രസ് ബൾക്കി ആയിട്ടുണ്ടെങ്കിലും പിന്നെ നീരുണ്ടെങ്കിലും ബ്ലീഡിങ്ങിന്റെ പ്രശ്നം എങ്ങനെയായാലും ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലീൻ ചെയ്ത ഭാഗ്യം, അതുകൊണ്ടാണ് ഇപ്പം ഈ യൂട്രസിന്റെ കാര്യം അറിയാൻ പറ്റിയത്. കാരണം എനിക്ക് സ്കാനിങ്ങിലൊന്നും അത് കാണിച്ചിട്ടുണ്ടായിട്ടാ. 2-3 സ്ഥലത്ത് നിന്ന് സ്കാൻ ചെയ്തിട്ട് അതിൽ അത് കാണിച്ചിട്ടുണ്ടായിട്ടാ. അപ്പൊ ഈ ക്ലീൻ ചെയ്ത് എത്രയോ ഭാഗ്യം ഞാൻ വിചാരിക്കുന്നു കേട്ടാ. അന്നേ ചെയ്യായിരുന്നു. ഞാൻ എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് വൈകിച്ചത്. അപ്പോൾ അന്നേ ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴോട്. എനിക്ക് എല്ലാ ഗേൾസിനോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പീരിയഡ്സ് ഡേറ്റ് കറക്റ്റ് അല്ലെങ്കിൽ പീരിയഡ്സിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് ബ്ലഡ് പോകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അധികമായിട്ട് ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ നീ എന്തായാലും ഒരു ചെക്കപ്പ് ചെയ്തോട്ടാ. ഞാൻ അങ്ങനെ വലിയ കാര്യമാക്കിയിട്ടേ ഉണ്ടായിട്ട്, ബ്ലീഡിങ് ഞാൻ കാര്യമാക്കിയിട്ടേ ഉണ്ടായിട്ടാ. കാരണം എനിക്ക് പ്രസവിച്ച സമയത്ത് ബ്ലഡ് പോയിട്ടുണ്ടായിട്ടാ. പ്രസവിച്ച എല്ലാവർക്കും ബ്ലഡ് നല്ലോണം ഉണ്ടാവും. എനിക്ക് ഒരു തുള്ളി ബ്ലഡ് പോലും എനിക്ക് പ്രസവിച്ച ശേഷം വന്നിട്ടുണ്ടായിട്ടാ. അപ്പൊ അതിന്റെ എല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ സമാധാനിച്ചിരുന്നു. പക്ഷെ ഇത് ഇപ്പൊ നല്ലോണമായിട്ട് എനിക്ക് അന്നേ കാണിക്കരുത് ഞാൻ വിചാരിച്ചിനി. പിന്നെ അപ്പം ബ്ലഡ് ഇല്ലാത്തവരാണെങ്കിൽ ഇല്ല, അധികം ഇല്ലവരാണെങ്കിലും ചെക്കപ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. സ്കാനിങ്ങോ പിന്നെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റോ എല്ലാം ചെയ്ത് നോക്കിക്കോ. വെയ്യ നിങ്ങൾക്ക് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറുകയാണ്. എന്റെ അവസ്ഥ അങ്ങനെ, എനിക്കൊരു കല്യാണത്തിനോ അമ്പലത്തിലോ ഉത്സവങ്ങളിലോ എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിട്ട് ഈ ബ്ലീഡിങ് കാരണം. അപ്പം എല്ലാവരും ഒന്ന് അങ്ങനെ അധികം ബ്ലീഡിങ്ങിലും ഇല്ലവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം പിന്നെ 10-ാം തീയതി എന്റെ റിസൾട്ട് വരൂ. ആ ബ്ലഡിന്റെ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് എല്ലാം വരൂ. അപ്പം അത് വന്ന ശേഷം ഞാൻ പറയാട്ടെ എന്റെ അവസ്ഥ എന്താണെന്ന്. റിസൾട്ടില് നല്ലത് വരാൻ പ്രാർത്ഥിക്കാം, അത്രയല്ലേ. അപ്പം വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവരോടും പറഞ്ഞ പോലെ എല്ലാ ഗേൾസും അങ്ങനെ അധികം ബ്ലീഡിങ്ങിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.